എല്ലാവർക്കും നമസ്തേ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണം, ദ്വാരപാലകരെ മോഷ്ടിച്ചു കൊണ്ടുപോയ കേസുകെട്ടാണിപ്പോൾ മൊത്തത്തിൽ ചർച്ച നടക്കുന്നത്. അത് പ്രതിപക്ഷങ്ങളും ആണ് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നിയമസഭയിൽ അവർക്ക് പ്രാതിനിധ്യം ഉള്ളതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ മൊത്തത്തിൽ സമരത്തിലാണ് സർക്കാരിൻ്റെ ഈ തോന്നിവാസത്തിനെതിരെ, അതായത് ക്ഷേത്ര കൊള്ളയ്ക്കെതിരെ. വിശ്വാസികളായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ളവർ ഈ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും സമരത്തെ ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് KC വേണുഗോപാലിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം ഒരു വിധത്തിൽ പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ വരെ നിയന്ത്രിക്കുന്ന നേതാവാണ് ഈ KC വേണുഗോപാൽ. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കണ്ട് പത്തനംതിട്ട ഈ പ്രതിഷേധ സമരത്തിനിടയ്ക്ക് ദൈവത്തിൻ്റെ മുതൽ മോട്ടിച്ചുകൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ വിശ്വാസികളുടെ ആ ഒരു ശ്രദ്ധ ഇവരെന്തു പറയുന്നു എന്നുള്ളതല്ല, ഇവരുടെ പറയുന്നതിലെ ആത്മാർത്ഥതയെക്കുറിച്ചാണ് ഏതൊരു വിശ്വാസിയും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, 2018 2019 ഈ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ സമരത്തിനിറങ്ങി. സമരം എന്ന് പറഞ്ഞാൽ നാമം ജപിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. അവർക്കെതിരെ സർക്കാർ കിരാതമായ നടപടികളാണ് സ്വീകരിച്ചത്. അതും കേരളീയ സമൂഹം കണ്ടതാണ്. അമ്മമാരെയും സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും ക്രൂരമായി പോലീസും മർദ്ദിക്കുന്നതും, അയ്യപ്പൻ്റെ ചിത്രം ചവിട്ടിയെറിയുന്നതും, നിലവിളക്ക് തൊഴിച്ചെറിയുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഓടിച്ചിട്ട് ഭക്തരെ മർദ്ദിക്കുന്നതും കണ്ടതാണ്. അന്നൊക്കെ മാറി നിന്നവരാണ് ഈ കോൺഗ്രസ് നേതൃത്വം. അന്ന് ഈ മുൻ KPCC പ്രസിഡന്റ് G. സുധാകരൻ ശബരിമലയ്ക്ക് പ്രതിഷേധവുമായിട്ട് പോകും എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി കർശനമായിട്ട് വിലക്കിയതാണ്. അതിന് പാടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിലക്കി നിർത്തിയതും നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള കോൺഗ്രസ് ഇപ്പോൾ ഇലക്ഷൻ ആകാറായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ശബരിമല മോഷണവുമായി ബന്ധപ്പെട്ട് അവർക്ക് എങ്ങനെയും അധികാരം പിടിക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവരിപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അല്ല, ഒരു ആത്മാർത്ഥതയോടെ അല്ല എന്നുള്ള കാര്യവും നമ്മൾക്കെല്ലാം ബോധ്യമുള്ളതാണ്. കാരണം ഇവരൊക്കെ ഈ സമരം ചെയ്യുന്നുണ്ടെങ്കിലും ഇവരാരും ആവശ്യപ്പെടുന്നില്ല ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം, ക്ഷേത്രങ്ങളുടെ ഭരണം അല്ലെ ദേവസ്വം ബോർഡ് വിശ്വാസികളെ ഏൽപ്പിക്കണം എന്ന് ഒരു കോൺഗ്രസ് നേതാവും പറയുന്നില്ല. അവര് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഭരണം മാറി വന്നു കഴിഞ്ഞാൽ UDF ഭരണത്തിൽ വരും, അപ്പോൾ അവരുടെ കയ്യിലായിരിക്കും ക്ഷേത്രങ്ങളുടെ ഭരണം. അവർക്ക് താല്പര്യമുള്ള കുറേ ആൾക്കാരെ ക്ഷേത്രഭരണത്തിൽ കുത്തി നിറയ്ക്കാം. അപ്പോൾ ഇത്രയും വലിയ മോഷണം അവർ കുറേ അല്പമൊക്കെ ദൈവവിശ്വാസം ഉള്ളത് കൊണ്ട് ഈ CPMകാർ നടത്തുന്നതിൻ്റെ കൂട്ടുള്ള ക്ഷേത്ര കൊള്ള നടത്തത്തില്ല. CPM ആണെങ്കിൽ ദൈവത്തിനെ വരെ മോഷ്ടിച്ചുകൊണ്ട്, അതായത് ഇപ്പോൾ ശബരിമലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഭഗവാനെ വരെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അവരത് കച്ചവടം നടത്തി കോടികൾ സമ്പാദിക്കും. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരങ്ങനെ അല്പം ദൈവഭയം ഉള്ളത് കൊണ്ട് അവർ ദേവനെ മോഷ്ടിച്ചുകൊണ്ട് പോകത്തില്ല എന്നുണ്ടെങ്കിലും അവരുടെ ലക്ഷ്യവും അവരിൽപ്പെട്ട ആൾക്കാരെ ദേവസ്വം ബോർഡിൽ കുത്തി നിറച്ച് അവരെ പരിപാലിക്കുക എന്നുള്ള ലക്ഷ്യമാണ്, ഉദ്ദേശം മാത്രമേ അവർക്കും ഉള്ളൂ. അല്ലാതെ ക്ഷേത്രം വിശ്വാസികളെ ഏൽപ്പിക്കണം, ക്ഷേത്രഭരണം വിശ്വാസികളെ ഏൽപ്പിക്കണം എന്നുള്ള ഒരു വാക്ക് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്ത് നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഭരണവും സമരവും ഒട്ടും ആത്മാർത്ഥതയോടെ ഉള്ളതല്ലെന്നും അവരുടെ ഉദ്ദേശശുദ്ധി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ ലക്ഷ്യം ഇത് വിശ്വാസികൾക്കിടയ്ക്ക് ഒരു ഇടതുപക്ഷത്തിന് എതിരായിട്ട് അല്ലെ CPMനെതിരായിട്ട് അല്ലെ പിണറായി വിജയനെതിരായിട്ട് ഒരു വികാരം സൃഷ്ടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഈ വരുന്ന തെരഞ്ഞെടുപ്പ്, ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ്. ഇപ്പം ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ നടക്കും. അത് കഴിഞ്ഞ് 5-6 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കും. ഈ 2 തെരഞ്ഞെടുപ്പുകളിൽ വിശ്വാസികൾക്കിടയ്ക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വികാരം ഉണ്ടാക്കിയിട്ട് ആ വോട്ട് നേടി അധികാരം തിരിച്ചു പിടിക്കുക എന്നുള്ളതല്ലാതെ ഒരാത്മാർത്ഥതയോടെയുള്ള സമരമായിട്ട് നമ്മൾക്കിതിനെ കാണാൻ കഴിയുകയില്ല. അത് നേരത്തെ തൊട്ടേ നമ്മൾ കാണുന്നതാണ്. അവർ വരുമ്പോൾ ഒരു ഭരണസമിതി കൊണ്ടുവരും. അവർ പ്രയാർ ഗോപാലകൃഷ്ണനെ പോലെയുള്ള വിശ്വാസികൾ, സാത്വികരായിട്ടുള്ള
ആൾക്കാരെ ആയിരിക്കും ചുമതലപ്പെടുത്തുക, ആ ചുമതലയിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അവർ ചെയ്യുന്നത്. പിന്നെ കുറച്ചൊക്കെ അവർ പണ്ട് ശബരിമല പാത്രം മേടിച്ചതിനകത്തിലെ അഴിമതി നമ്മൾ കേട്ടു. അന്നത്തെ മന്ത്രി ശിവകുമാറിൻ്റെ സഹോദരൻ്റെ പേരൊക്കെ അതിനകത്തിൽ, ശിവകുമാറിൻ്റെ സഹോദരൻ്റെ ഒക്കെ പേര് അതിനകത്തിൽ വന്നിട്ട് അവർ സാധനങ്ങൾ മേടിക്കുന്ന അതിൽ അഴിമതി നടത്തും, അല്ലെങ്കിൽ നിർമ്മാണത്തിൽ അഴിമതി നടത്തും എന്നൊക്കെ ഉള്ളതല്ലാതെ അവർക്കും ക്ഷേത്രത്തിൻ്റെ പുരോഗതി, അല്ലെ ക്ഷേത്രം വിശ്വാസികളാൽ ഭരിക്കപ്പെടണം എന്നുള്ള ഒരു നിലപാട് അവർക്കും ഇല്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വിശ്വാസികൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഇറങ്ങുക, രാഷ്ട്രീയത്തിന് അതീതമായി ഇറങ്ങുക, ക്ഷേത്രം വിമോചിപ്പിക്കാൻ വേണ്ടി. ക്ഷേത്രം ഭരിക്കാൻ ഇവർ രാഷ്ട്രീയക്കാർക്കൊരു അർഹതയുമില്ല, സംസ്ഥാനത്തിന് അർഹതയില്ല, സർക്കാരിന് അർഹതയില്ല. ഇത് പൂർണ്ണമായും വിശ്വാസികളുടെ കാര്യമാണ്. ക്ഷേത്രങ്ങളുടെ ദൈനംദിന നടത്തിപ്പ് എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി വേണം വിശ്വാസികൾ ഇപ്പോഴത്തെ സംഭവങ്ങളെ നോക്കിക്കാണേണ്ടത്. കേന്ദ്രത്തിലും നമ്മൾക്ക് വിശ്വാസികൾക്ക് ശക്തി ചെലുത്തേണ്ടിയിരിക്കുന്നു. കാരണം കേന്ദ്രം വിചാരിച്ചാൽ പാർലമെൻറ്റിൽ ഒരു നിയമം കൊണ്ടുവന്ന് ഈ ക്ഷേത്രങ്ങളെ സംസ്ഥാന സർക്കാരിൽ നിന്ന്, ഈ കള്ളന്മാരിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയും എന്നുള്ളത് വിശ്വാസികൾക്കെല്ലാം നല്ല ബോധ്യമാണ്. പക്ഷേ കേന്ദ്ര സർക്കാരും അതിനെ നിയന്ത്രിക്കുന്ന BJPയും അതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. വിശ്വാസികൾക്ക് മുന്നിൽ അവർ ആത്മാർത്ഥത ഈ രീതിയിലാണ് കാണിച്ചു കൊടുക്കേണ്ടത്. അതായത് ക്ഷേത്രങ്ങൾ സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് മോചിപ്പിക്കുക, അതിൻ്റെ ദൈനംദിന നടത്തിപ്പ് വിശ്വാസികളെ ഏൽപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് BJP ഉൾപ്പെടെയുള്ള പാർട്ടികൾ സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ കേന്ദ്രം BJP ഭരിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അതിന് കഴിയും. അതിനുള്ള നടപടികൾ അവർ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സമരത്തെയും വിശ്വാസികളായ ഞങ്ങൾ സംശയത്തോടെയേ കാണുകയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അവർ ആദ്യം തന്നെ പ്രവർത്തിക്കേണ്ടത് ഈ ക്ഷേത്രങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയാണ്. അതിന് തയ്യാറാകണം എന്നാണ് BJP നേതൃത്വത്തോട് വിശ്വാസികൾക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഇവരെ എല്ലാം കള്ളന്മാരെ ആണെന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ഷേത്രത്തിൽ അമിതമായിട്ട് കൊണ്ട് നമ്മുടെ സമ്പാദ്യം കൊണ്ട് കാഴ്ചവെക്കുന്നത്. ദേവന് നമ്മളൊരു കാണിക്ക, ഭഗവാന്റെ മുന്നിൽ ഒരു കാണിക്ക ഇടുന്നത് ഒറ്റ നാണയം മതി, 1 രൂപ നാണയം ഭഗവാന് നമ്മൾ കാണിക്ക അർപ്പിക്കുക. അങ്ങനെ 1 രൂപ നാണയം കാണിക്ക അർപ്പിച്ച് നമ്മൾ ഭഗവാനെ തൊഴുക. ഭഗവാന് ഒരുപാട് സമ്പത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഭഗവാന്റെ തന്നെ ഇത് ഒരു ഉദ്ദേശം, ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ ഭക്തർ നല്ല രീതിയിൽ കഴിയുക എന്നുള്ളതാണ്. നരസേവയാണ് നാരായണ സേവ. ഈ 1 രൂപ ഭഗവാന് കാണിക്ക അർപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ കഴിഞ്ഞാൽ തന്നെ ഈ കോടികൾ കുമിഞ്ഞു കൂടുന്നത് മൂട്ടിക്കാനുള്ള ഇവരുടെ ത്വര അങ്ങ് നിൽക്കും. അന്നേരം സ്വാഭാവികമായിട്ടും പറയൂ, ഇത് നടത്തിക്കൊണ്ടുപോകാൻ, ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വിശ്വാസികളെ തന്നെ ഏൽപ്പിച്ചേക്കാം എന്ന് അവർക്ക് ചിന്തയുണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൊണ്ട് അമിതമായി കൊണ്ടുവന്ന് ധനം നിക്ഷേപിക്കാതിരിക്കുക. ബാക്കി ധനം മാറ്റിവെച്ചിട്ട് സത്പ്രവൃത്തി നമ്മുടെ സമൂഹത്തിലുള്ള, സമാജത്തിലുള്ള അർഹതപ്പെട്ടവരുടെ ഉന്നതിക്കായി നമ്മൾ വിനിയോഗിച്ചാൽ ഈശ്വരന് ഏറ്റവും ഇഷ്ടവും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതും അങ്ങനെയുള്ളവർക്കായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതനുസരിച്ചാകണം വിശ്വാസികളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും വിശ്വാസികളുടെ ഇനിയുള്ള തീരുമാനങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കള്ളന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് പറഞ്ഞ കള്ളന്മാരായിട്ടുള്ള ഈ CPMകാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ മര്യാദ പഠിക്കുകയുള്ളൂ. ഇന്നലെ ഒരുത്തനാന്നേരം ഒരു ചാനൽ ചർച്ചയിൽ പറയുന്നത് കേട്ടത്, അത് വിശദമായിട്ട് ഞാൻ ഒരു വാർത്ത ചെയ്യാം. ലോഹപ്പാളി എന്നാണ് അത്. CPMൻ്റെ വലിയൊരു നേതാവ്, വക്കീലാണ്, ഒരു അനിൽകുമാർ. അയാൾ ഇതിനെ ലഘൂകരിക്കാനാണ് ശ്രമിക്കുന്നത്. സ്വർണം എന്നുള്ള ഒരു പദമേ ഉപയോഗിക്കുന്നില്ല, ലോഹപ്പാളി അടിച്ചുകൊണ്ടുപോയി. ലോഹപ്പാളി എന്ന് പറയുമ്പോൾ നമുക്ക് അത് ഇരുമ്പ് ലോഹമാണ്, ചെമ്പ് ലോഹമാണ്, പിത്തള ലോഹമാണ്, വെള്ളി ലോഹമാണ്, ഈ സ്വർണ്ണ ലോഹമാണ്. അപ്പോൾ ഇതിനെ അയാളത് പറയുന്നത് അയാളുടെ പാർട്ടിക്ക് ഇതിനകത്ത് പാർട്ടിക്കാർക്ക് ഇതിനകത്ത് വ്യക്തമായി കൈയുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ അതിനെ ലഘൂകരിക്കാൻ വേണ്ടി സമൂഹത്തിൻ്റെ മുന്നിൽ
ലഘൂകരിച്ച് കാണിക്കുന്നതിന് വേണ്ടിയാണ് അയാൾ അതിനെ ലോഹപ്പാളി എന്നാണ് വിശേഷിപ്പിച്ചത്. സ്വർണ്ണപ്പാളി എന്നുള്ളത് മാറ്റി ലോഹപ്പാളി. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അജണ്ട, കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് കാരണം നമ്മൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ ക്ഷേത്രം ഭരിക്കണ്ട, BJPയും ഭരിക്കണ്ട, കോൺഗ്രസും ഭരിക്കണ്ട, കമ്മ്യൂണിസ്റ്റുകാരും ഭരിക്കണ്ട. വിശ്വാസികൾ ഭരിക്കട്ടെ എന്ന് നമ്മൾ വിശ്വാസികൾ തീരുമാനിച്ച് നമ്മളുടെ പ്രവർത്തനം ആ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഭാവിയിൽ ഇത്തരം ക്ഷേത്രക്കൊള്ളകൾ നമ്മൾക്ക് ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. ഈ ദേവന്മാരെ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കുക, ക്ഷേത്രത്തിൻ്റെ ചൈതന്യം തന്നെ നശിക്കും. ഇതിനെ കൊണ്ടുവന്ന് ഈ വർഷങ്ങളായി പൂജിക്കുന്ന ദേവചൈതന്യമുള്ള ദേവരൂപങ്ങളാണെന്ന് എന്ന് പറഞ്ഞ് ഈ സ്വർണം കൊണ്ട് വിൽക്കുകയാണ്, ഈ രൂപങ്ങൾ കൊണ്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കോടികൾ സമ്പാദിക്കുന്നു, നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിന് ലോപം വരുത്തുന്നു. ഇങ്ങനെ കുറേ നാളുകൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്ഷേത്രമേ നശിക്കും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് CPMകാർ ഇത്തരം ക്ഷേത്രത്തിൽ ഇത്തരം മോശപ്പെട്ട പ്രവർത്തികൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം വിശ്വാസികൾ മറക്കാതിരിക്കുക. അതനുസരിച്ചാകണം നമ്മൾ വിശ്വാസികൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതികരിക്കേണ്ടത്. ഇത്തരക്കാർക്ക് ശക്തമായ തിരിച്ചടി ബാലറ്റ് പേപ്പറിൽ കൂടി, ഇപ്പോൾ ബാലറ്റ് പേപ്പറല്ല വോട്ടിംഗ് മെഷീനാണ്. വോട്ടിംഗ് മെഷീനിൽ നമ്മൾ ബട്ടണിൽ, ചിഹ്നത്തിന് നേരെയുള്ള ബട്ടണിൽ വിരൽ അമർത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ചിന്ത ഉണ്ടാകണം. ഈ ക്ഷേത്രം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് പ്രവർത്തിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ ഞാനായി ജയിപ്പിക്കത്തില്ല എന്ന് ഓരോ ക്ഷേത്രവിശ്വാസി, ഈശ്വരവിശ്വാസിയും ചിന്തിച്ചുറപ്പിച്ച് തന്നെ വോട്ട് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.